മീഡിയാസിലേക്ക് സ്വാഗതം. എബ്രഹാം ഓസ്ലർ രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ട്രാക്ഡ് കളക്ഷൻസ് റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എബ്രഹാം ഓസ്ലർ ആദ്യ ദിനം റെക്കോർഡാണ് തൂക്കിയത്. അതായത് ജയറാമിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷനായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല, ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നത് നേര് എന്ന മോഹൻലാൽ സിനിമയുടെയും അതുപോലെ കണ്ണൂർ സ്ക്വാഡ് എന്ന മമ്മൂട്ടി സിനിമയുടെയും ആദ്യ ദിന കളക്ഷൻ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കുതിച്ച് മുന്നോട്ട് കയറിയത്. ആദ്യ ദിനം സിനിമ 3 കോടിക്ക് മുകളിലാണ്, അതായത് 3,10,00,000 മുകളിലാണ് എന്നുള്ളതാണ് ഇതുവരെ ഉറപ്പായിട്ടുള്ള വാല്യൂ വന്നിട്ടില്ല. അതായത് ഒരുപക്ഷെ 3,10,00,000 തൊട്ട് 3,25,00,000 രൂപ വരെ ഫൈനൽ വരാം എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് മിനിമം വാല്യൂ എടുക്കുന്നു നമ്മൾ 3,10,00,000 രൂപ എന്നുള്ളത്. അതായത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ആദ്യ ദിവസം 5 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യപ്പെട്ടു. ഇന്ന് രണ്ടാമത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്. സ്വാഭാവികമായിട്ടുമുള്ള ഒരു ഇടിവ് പ്രതീക്ഷിക്കാമെങ്കിൽ അതിവിടെയും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നത്, ഇന്നലെ 863 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 2,21,00,000 രൂപയായിരുന്നു സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷൻസ് വന്നത്. ഇന്ന് സിനിമയ്ക്ക് 632 ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 34% ഒക്യുപ്പൻസിയിൽ കിട്ടിയിരിക്കുന്നത് 1,04,00,000 രൂപയാണ് എന്നുള്ളതാണ്. അതായത് പ്രൊജക്റ്റഡ് ആയിട്ട് അവർ പറയുന്നത് 1,82,00,000 രൂപ വരെ വരും എന്നുള്ളതാണ്. ഇന്നലെ എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ഒക്കെ ആയിട്ട് 180ഓളം ഷോകളും ഉണ്ടായിരുന്നു. സ്വാഭാവികമായുള്ള ഇടിവാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം വേറെ ഒന്നുമല്ല, ഒരു ചെറിയ ഒരു ഇടിവെന്ന് മാത്രമേ നമുക്ക് ഈ ഒരു സിനിമയുടെ ഈ ഒരു കുറവിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്താണേലും നേര് എന്ന സിനിമയുടെ രണ്ടാം ദിവസത്തെ കളക്ഷൻ റെക്കോർഡും തകർക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നത്. അതായത് നേര് രണ്ടാം ദിവസം 1,52,00,000 രൂപയാണ് നേടിയിരുന്നത്. അത് തീർച്ചയായിട്ടും ഈ സിനിമ അതിന് മുകളിലേക്ക് പോകുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ പ്രൊജക്റ്റഡ് സ്കോർ അനുസരിച്ചിട്ട് 1,82,00,000 രൂപയോളം വരുമെന്നുള്ളതാണ്. അങ്ങനെ വരികയാണെങ്കിൽ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ സിനിമ 5.5 കോടിക്ക് അല്ലെങ്കിൽ 6 കോടിക്ക് അടുത്തേക്ക് എത്തും എന്നുള്ളതിന് സംശയങ്ങളില്ല. അതും കേരള കളക്ഷൻ. സമീപകാലത്തെന്നല്ല, ജയറാമിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഒരു സക്സസ്സായി മാറുകയാണ് ഈ ഒരു സിനിമ. ഇനിയും വരുന്നത് ശനി ഞായർ ദിനങ്ങളാണ്. ശനി ഞായർ ദിനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നത്തേനേക്കാളും മുകളിലുള്ള കളക്ഷനായിരിക്കും. തീർച്ചയായും ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷനായിരിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ട് നേരെ എന്നൊരു സിനിമയെ മാത്രം അതിൻ്റെ സെക്കൻഡ് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപകാലത്ത് വന്നിരിക്കുന്നത്, ഇനിയിപ്പം കണ്ണൂർ സ്ക്വാഡിലേക്ക് പോകാൻ ഉള്ള ദൂരം കാരണമാണ്. കണ്ണൂർ സ്ക്വാഡിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പോകാമെന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇവിടെ കണ്ണൂർ സ്ക്വാഡിനെയാണെങ്കിലും നേരിനെയാണെങ്കിലും മലർത്തിയടിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കുതിച്ച് മുന്നോട്ട് പോകുന്നത്. ജയറാം ഒപ്പം തന്നെ മമ്മൂട്ടി കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഒരു ഉണർവ് വരികയും എന്തായാലും 100% ജയറാമിൻ്റെ ക്രെഡിറ്റിലേക്കുള്ള സിനിമയായി മാറുകയും ചെയ്തു. മിഥുൻ മാനുവൽ തോമസ് എന്ന ഡയറക്ടർ എല്ലാത്തരം സിനിമകളും ചെയ്യാൻ പ്രാപ്തനാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അനശ്വര രാജൻ മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളായി മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ഒന്ന് പറയാം, അനശ്വര രാജൻ്റെ പ്രസൻസ് ഉള്ള നേര് എന്ന സിനിമ ഒരു വമ്പൻ ഹിറ്റായെങ്കിൽ രണ്ടാമത് പ്രസൻസ് അല്ലെങ്കിൽ ഒരു മികച്ച കഥാപാത്രം ചെയ്ത നേര് ഒരു ഗംഭീര ഹിറ്റായെങ്കിൽ രണ്ടാമതും ഓസ്ലറിൽ വരുമ്പോഴും ഒരു ഐശ്വര്യമായിട്ട് തന്നെ ഈ സിനിമയും വലിയ വിജയത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് ഹൈലൈറ്റായി നമുക്ക് ഇപ്പോൾ തോന്നിയ ഒരു കാര്യം. എന്തായാലും അതിഗംഭീരമായിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ ഇന്നത്തെ ദിവസം കൊണ്ട് ഏകദേശം 8.5 കോടി 9 കോടിയിലേക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആദ്യ 4 ദിവസം കൊണ്ട് സിനിമ 20 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. 23 കോടിയോളമാണ് സിനിമയുടെ ബഡ്ജറ്റായി ഇപ്പോൾ അറിയുന്നത്. അത് സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. നമുക്ക് കിട്ടിയ ഡീറ്റെയിൽ അനുസരിച്ചിട്ട് അങ്ങനെയാണ്. ഈ ഒരു സിനിമയ്ക്ക് വലിയ താരനിരയാണ്. ഒരു പക്ഷേ ആ 23 കോടി എന്ന് പറയുന്നത് സാധാരണ സിനിമകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് വിശ്വസനീയമാണ്. വേറൊന്നുമല്ല, ഇതിനകത്തിൽ മമ്മൂട്ടി കൂടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിന്യൂമറേഷൻ നമുക്കറിയാം. അന്ന് കേട്ട വാർത്തകൾ ശരിയാണെങ്കിൽ 5 കോടിക്ക് മുകളിലാണ് മമ്മൂട്ടി ഈ ഒരു സിനിമയിൽ വാങ്ങിയതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊന്നും സ്ഥിരീകരിച്ചതോ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് വന്നേക്കുന്ന റിപ്പോർട്ടുകളൊന്നുമല്ല, സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ബഡ്ജറ്റല്ല ഇവിടെ പ്രശ്നം, പടത്തിൻ്റെ കളക്ഷൻ കിട്ടുന്നതുമല്ല നമുക്ക് പ്രശ്നം. ഇവിടെ നല്ല സിനിമ ഇറങ്ങിയോ എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഈ സിനിമ മികച്ചതാണ് എന്നുള്ളത് തന്നെയാണ് അറിയാനുള്ളത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ സിനിമയ്ക്ക് പോകുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു റിവ്യൂവും കാര്യങ്ങളുമായിട്ടൊക്കെ വരുന്നതാണ്. സപ്പോർട്ട് ഉണ്ടാവണം. ഗ്രേറ്റ് മീഡിയാസ്.